ഹായ് സ്റ്റുഡൻസ്, പ്ലസ് ടു ഫിസിക്സിലെ 12th ചാപ്റ്റർ ആറ്റംസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് സ്വാഗതം. ചെറിയൊരു ചാപ്റ്ററാണ്. കുറേ കാര്യങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങൾ കേട്ടതുമാണ്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ഉള്ള കാര്യങ്ങളും കുറച്ച് പുതിയ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആറ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ആറ്റം മോഡൽസ് ആയിരുന്നു അല്ലേ. തോമസൺ മോഡൽ ഓഫ് ആറ്റം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മോഡൽ കേട്ടു. റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം അല്ലേ, ബോയ്സ് മോഡൽ ഓഫ് ആറ്റം, ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. നമുക്കത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. ആദ്യത്തേത് തോംസൺ മോഡൽ ഓഫ് ആറ്റം. എന്തായിരുന്നു തോംസൺ മോഡൽ ഓഫ് ആറ്റം? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, the positive charge of an atom is uniformly distributed throughout the volume of an atom and negatively charged electrons are embedded in it, like the seeds of a watermelon, plums in pudding. This model of atom was generally called as plum pudding model of atom. ഇങ്ങനെ ഒരു ഫിഗർ ആയിരുന്നു തോംസൺ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഈ മോഡലിന് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദിസ് തോംസൺ മോഡൽ ഓഫ് ആറ്റം കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ പ്രസൻസ് ഓഫ് ഡിസ്ക്രീറ്റ് സ്പെക്ട്രൽ ലൈൻസ്, അല്ലേ, എമിഷൻ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട് ഓഫ് ഹൈഡ്രജൻ ആൻഡ് അതർ ആറ്റംസ്. ഹൈഡ്രജൻ അതുപോലെ മറ്റു ആറ്റംസ് ഉണ്ടാക്കുന്ന സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിമെറിറ്റ്. ആൻഡ് ഇറ്റ് ഓൾസോ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്കാറ്ററിംഗ് ഓഫ് alpha particle through large angles in the case of Rutherford's alpha scattering experiment. Alpha scattering particle experiment വന്നപ്പോൾ ചില ആൽഫ പാർട്ടിക്കിൾസ്, ആറ്റത്തിൻ്റെ നേരെ വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ലാർജ് ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്നത് എങ്ങനെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും തോംസൺസ് മോഡലിന് പറ്റിയില്ല. അപ്പോഴാണ് അടുത്ത മോഡൽ വരെ അല്ലേ. അപ്പോൾ ആ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് റദർഫോർഡ് നടത്തിയിരിക്കുന്ന ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് പറയാം. ആക്ച്വലി ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് ഗീഗർ ആൻഡ് മാഡ്സൺ എന്ന് പറയുന്ന രണ്ട് പേരാണ്. ഓക്കെ, നമ്മളതിനെ പറയാറ് റദർഫോർഡ് എക്സ്പെരിമെൻറ്റ് എന്നാണ് പറയാറ്. നോക്കൂ, ആ എക്സ്പെരിമെൻറ്റിന് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് പ്ലേറ്റ് എടുത്തു അല്ലേ. ആ ഗോൾഡ് പ്ലേറ്റിലേക്ക് ഗ്രൂപ്പ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസിനെ, ഒരു ഫിക്സഡ് കൈനറ്റിക് എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ആ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്ത് പോവും. അപ്പോൾ അത് പല ഡയറക്ഷനിൽ അത് ഡീവിയേറ്റ് ചെയ്യും. ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്യുമ്പോൾ അവർ ഏതൊക്കെ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ ആ ഗോൾഡ് ഫോയിലിൻ്റെ പിന്നിൽ ഡിറ്റക്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? ദ ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ ദ സോഴ്സ് വർ കൊല്ലിമേറ്റഡ്, മീൻസ് ഷാർപ്പ് നാരോ ആയിട്ട് ആൽഫ പാർട്ടിക്കിൾസിനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ലെഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ആൽഫ പാർട്ടിക്കിൾസിനെ അതിലൂടെ പാസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അത് നേരെ പോയിട്ട് ഈ ഗോൾഡ് ഫോയിലിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. ആ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്ത് പോന്നു. ഓക്കെ, സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരു ഡിറ്റക്ടറും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഡിറ്റക്ടർ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനിലാണ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുക സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് were studied as a function of angle of scattering. അപ്പോൾ കിട്ടിയ ഒബ്സർവേഷൻ ഇതാണ്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വർ പാസ്ഡ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. പാസ് ചെയ്ത് പോയി, ഡിഫ്ലക്ഷനേ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് പോയി, സ്ട്രേറ്റ് ആയിട്ട് പോയി. സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് വിത്ത് ത്രൂ സ്മോൾ ആംഗിൾസ്. ഓക്കെ, എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ത്രൂ ലാർജ് ആംഗിൾസ്. ഓക്കെ, എ വെരി ഫ്യൂ വർ റിഫ്ലക്റ്റഡ് ബാക്ക്. വളരെ കുറച്ചെണ്ണം ലാർജ് ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു, അതിലും കുറച്ചെണ്ണം റിഫ്ലക്റ്റഡ് ബാക്ക്, പോയ അതേ വഴിയിൽ തിരിച്ചു പോകുന്നു, ബൗൺസ് ചെയ്തു എന്ന് പറയും അല്ലേ. ഓക്കെ, അങ്ങനെ സംഭവിച്ചു. ഇതാണ് കിട്ടിയ റിസൾട്ട്. ഇനി അതിനൊരു ഗ്രാഫിക്കലായിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ആൻഡ് സ്കാറ്ററിംഗ് ആംഗിളും സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഇതെന്ന് മനസ്സിലാക്കാനുള്ള മേജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസും സ്കാറ്റർ ചെയ്ത വെരി സ്മോൾ ആംഗിളിലാണ്. ഓക്കെ, വളരെ കുറഞ്ഞ എണ്ണം മാത്രമാണ് ലാർജ് ആംഗിളിൽ സ്കാറ്റർ ചെയ്തതെന്നാണ് ഈ ഗ്രാഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺക്ലൂഷൻ എന്തായിരുന്നു? റൂദർഫോർഡിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ഓക്കെ, ദ മോർ സ്പേസ് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ദെൻ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇറ്റ്സ് വെരി സ്മോൾ റീജിയൻ കോൾഡ് എ സെൻറ്റർ ന്യൂക്ലിയസ്. മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ദാറ്റ് സെൻറ്റർ ഈസ് കോൾഡ് എസ് ന്യൂക്ലിയസ് അക്കോർഡിംഗ് ടു റദർഫോർഡ്. ഇത് വെച്ചിട്ടാണ് റദർഫോർഡ്സ് അറ്റോമിക് മോഡൽ വന്നിരിക്കുന്നത്. റദർഫോർഡ് പ്രപ്പോസ്ഡ് Rutherford's atomic model. He proposed a new model of atom on the basis of this experiment.
This model is called as nuclear model of atom. Nuclear model of atom എന്നാണ് പറയുക. According to this model, most of the mass and all the positive charge of an atom is concentrated in a very small region known as atomic nucleus. Number 2, the size of the nucleus is very, very small as compared to the size of an atom. So most of the space of an atom is empty. Another thing, the negatively charged particles called as electrons are revolving around the nucleus in circular orbits. And another thing is, number of electrons is equal to number of positive charges in a nucleus. Therefore, atom is electrically neutral. ഇതായിരുന്നു റദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്ത് റദർഫോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന അറ്റോമിക് മോഡലിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ്. നമുക്കിതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ നമുക്ക് പറയാം. ആൽഫ പാർട്ടിക്കിൾ ട്രാജക്ടറി. ഒരു ആൽഫ പാർട്ടിക്കിൾ ഒരു ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ നേരെ വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഒന്നിലധികം എണ്ണം അതിനടുത്തുകൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആൽഫ പാർട്ടിക്കിളിൻ്റെ സൈസും ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ലാർജാണ്. ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ്, ഗോൾഡ് ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജാണ് അല്ലേ. അങ്ങനെ വരുന്ന ഒരു ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ നേരെ വരുന്നതിൻ്റെ ഒരു ഫിഗറാണ് വരച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ 3 ആൽഫ പാർട്ടിക്കിൾസ് അതിൻ്റെ നേരെ വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ നോക്കൂ, ഒന്ന് നേരെ പാസ് ചെയ്ത് അതേപോലെ ബൗൺസ് ചെയ്ത് ഏറ്റവും താഴെ കണ്ടില്ലേ പോയിട്ട് അതേപോലെ തിരിച്ചു പോകും. രണ്ടാമത്തെ ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു, ഒന്ന് കുറച്ചുകൂടി ചെറിയ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു, ഏറ്റവും മുകളിലൂടെ വരുന്നു. ന്യൂക്ലിയസിൻ്റെ നേരെ വരുന്ന ഹെഡ് ഓൺ ആയിട്ട് വരുന്നത് അതേപോലെ റിട്രേസ് ചെയ്തു, 180 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ചെയ്തു അല്ലേ. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിഗറിൽ മനസ്സിലാക്കുക. ഒന്ന്, നേരെ തിരിച്ചു വന്നില്ല, റീട്രേസ് ചെയ്തില്ലേ, തിരിച്ചു ബൗൺസ് ബാക്ക് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിളിൻ്റെ പാത്ത് ഒന്ന് എടുത്ത് നോക്കൂ. അത് ന്യൂക്ലിയസിൻ്റെ വളരെ അടുത്തുള്ളൊരു ഡിസ്റ്റൻസ് പോയിട്ട് തിരിച്ചു പോന്നിരിക്കുന്നത്. ഏറ്റവും താഴെ ആ പാത്ത് നോക്കൂ, ട്രാജക്ടറി നോക്കൂ. അപ്പോൾ ഉള്ള ആ ന്യൂക്ലിയസും ഈ ഫൈനലായിട്ട് എത്തിയിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദ ഷോർട്ടസ്റ്റ്, ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the alpha particle and golden nucleus when it makes head on collision, that minimum distance is denoted as d. കണ്ടില്ലേ, ആ ഡിസ്റ്റൻസ് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കേസ് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ആ ആൽഫ പാർട്ടിക്കിൾ ഹെഡ് ഓൺ അല്ലാതെ വരുന്ന ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ കേസ് എടുക്കുക. ആ ഹെഡ് ഓൺ അല്ലാതെ വരുന്ന ആൽഫ പാർട്ടിക്കിളും ന്യൂക്ലിയസിൻ്റെ ആക്സിസും തമ്മിലുള്ള, ന്യൂക്ലിയസിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തിരിച്ച് ന്യൂക്ലിയസിലേക്ക് നേരെ ഫേസ് ടു ഫേസ് വന്ന ഹെഡ് ഓൺ വന്ന ഒരു ആൽഫ പാർട്ടിക്കിൾ തിരിച്ചു പോയില്ലേ, അത് തന്നെയാണ് ന്യൂക്ലിയസിൻ്റെ ആക്സിസ്. അതും ബാക്കിയുള്ള 2 ആൽഫ പാർട്ടിക്കിളിൻ്റെ ട്രാജക്ടറി ഉണ്ടല്ലേ, അവരും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയാം. സോ ഇമ്പാക്റ്റ് പാരാമീറ്റർ മീൻസ് ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗോൾഡ് ന്യൂക്ലിയസ് ആൻഡ് the trajectory of alpha particle. Okay, it's a perpendicular distance between the initial velocity vector of an alpha particle from the center of the nucleus. That is known as impact parameter. അപ്പോൾ അവിടെ ഏറ്റവും പുറത്തുള്ള ആൽഫ പാർട്ടിക്കിൾ ഇമ്പാക്റ്റ് പാരാമീറ്ററാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള തന്നെ ഇമ്പാക്റ്റ് പാരാമീറ്റർ കുറച്ചുകൂടി കുറവാണ്. ഇമ്പാക്റ്റ് പാരാമീറ്റർ കുറയുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് സ്കാറ്ററിങ് കൂടി വരും എന്നുകൂടി മനസ്സിലാക്കാം. ഇനി എന്താണ് റദർഫോർഡ്സ് മോഡലിൻ്റെ ഡ്രോബാക്സ് എന്നാണ് നമ്മളിനി പറയുന്നത്. നോക്കൂ, ഡ്രോബാക്സ് ഓഫ് റദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. വെൻ ദ ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, ദേ കണ്ടിന്യൂസ്ലി ആക്സലേറ്റഡ്. ഇലക്ട്രോൺസ് സർക്കുലറായിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ദേ ആർ ആക്സലേറ്റിംഗ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജിനാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചാർജ്, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ആൻ ആക്സലേറ്റിംഗ് ചാർജ് ക്യാൻ എമിറ്റ് റേഡിയേഷൻസ്. ഒരു പാർട്ടിക്കുലർ റേഡിയേഷൻ എമിറ്റ് ചെയ്താൽ അതിന് എനർജി കുറയും. അങ്ങനെയാണെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എമിറ്റ് ചെയ്യാം. അങ്ങനെ എമിറ്റ് ചെയ്തതിന് എനർജി കുറയും. അങ്ങനെ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ സർക്കുലർ പാത്തിൻ്റെ റേഡിയസും എന്ത് ചെയ്യണം, കുറഞ്ഞു വരണം. ഷുഡ് ബി ഡിക്രീസ്ഡ്. അൾട്ടിമേറ്റ്ലി ഷുഡ് ഫോൾ ടു ദ ന്യൂക്ലിയസ്. ഇത് സംഭവിക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? റദർഫോർഡ്സ് അറ്റോമിക് മോഡലിന് പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആണ് പറയുന്നത്. പിന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ സ്പെക്ട്രൽ ലൈൻസ്, കണ്ടിന്യൂസ് സ്പെക്ട്രൽ ലൈൻസിന് പകരം അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസിൽ നമുക്ക് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കാണാൻ പറ്റും. സ്പെക്ട്രൽ ലൈൻസിന് ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസമുള്ളത് കാണാൻ പറ്റും.
അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും റദർഫോർഡ്സ് മോഡലിന് പറ്റിയില്ല. ഓക്കെ, ഇതാണ്. മറ്റൊരു കാര്യം കൂടി ഓർക്കുക, പിന്നെ റദർഫോർഡ്സ് മോഡൽ വെച്ചിട്ട് ഉണ്ടാവേണ്ടിയിരുന്നത് ഇലക്ട്രോണിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണല്ലോ, കാരണം ന്യൂക്ലിയസിലേക്ക് സ്പൈറലായിട്ട് വന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവേണ്ട ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരുന്നു, പക്ഷേ കിട്ടിയത് ലൈൻ സ്പെക്ട്രമാണ്. ഇതുതന്നെ നമുക്ക് റദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതിന് ഒരു പ്രശ്നമായിട്ട് വന്നു. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റൊരു രീതിയിൽ പറയാം. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റദർഫോർഡ് മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം, അല്ലെങ്കിൽ റദർഫോർഡ്സ് അറ്റോമിക് മോഡലിന് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ്, ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാലും മതി. ഇതാണ് ഒരു കാര്യം. എന്താണ് ഈ അറ്റോമിക് സ്പെക്ട്ര എന്ന് പറയുന്നത്? എമിഷൻ സ്പെക്ട്രം ഉണ്ട്, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്. എന്താണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എമിഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാകും. ഓക്കെ, എമിഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിനെ, റയറിഫൈഡ് ഗ്യാസിനെ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എക്സൈറ്റ് ചെയ്യാൻ ബൈ അപ്ലൈങ് ഇലക്ട്രിക്കൽ എനർജി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തിട്ട്, ഇലക്ട്രിക് എനർജി പാസ് ചെയ്തിട്ട് ഒരു ഗ്യാസിനെ എക്സൈറ്റ് ചെയ്യാണ്, ഒരു ചേമ്പറിൽ വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്യും ബൈ എമിറ്റിംഗ് റേഡിയേഷൻസ്. ഇതിനാണ്, ഈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത് സ്പെക്ട്രമായിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ എന്തു പറയാം, എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ എമിഷൻ സ്പെക്ട്രത്തിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രൈറ്റ് ലൈൻസ് on a dark background. Okay, emission spectrum is different for different atoms. Okay, different elements another different ആയിരിക്കും. ഇനി absorption spectrum എന്താ? When white light is passed through a gas, white light എല്ലാ കളേഴ്സുള്ള ലൈറ്റ് പാസ് ചെയ്യിപ്പിച്ചു, ആ ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ്, അപ്പുറത്തേക്ക് എത്തുന്ന ലൈറ്റിൽ ചില വേവ് ലെങ്ത് മിസ്സിങ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചാണ് വരിക. വി ഹാവ് ഡാർക്ക് ലൈൻസ് ഇൻ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ലൈൻസ് കാണുന്നതാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ആ ഡാർക്ക്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ആറ്റംസ് അബ്സോർബ് ചെയ്ത എനർജിയാണ്, വേവ് ലെങ്താണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി ബോസ് അറ്റോമിക് മോഡൽ, റുദർഫോർഡ് മോഡലിന് ശേഷം വന്ന ബോസ് അറ്റോമിക് മോഡൽ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് 3 പോസ്റ്റ്ലേറ്റ്സ് ആണ്. ഇത് നന്നായിട്ട് പഠിക്കേണ്ട, ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദർ ആർ 3 പോസ്റ്റ്ലേറ്റ്സ്, ബോസ് പോസ്റ്റ്ലേറ്റ്സ്. നമ്പർ 1, an electron in an atom could revolve in certain stable orbits without emitting radiant energy. റേഡിയേഷൻ എമിറ്റ് ചെയ്യാത്ത രീതിയിൽ ഇലക്ട്രോണ് സർക്കുലർ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, ബോസ് അറ്റോമിക് മോഡലിൻ്റെ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. നമ്പർ 2, electron can orbit only in those orbits for which the angular momentum of the electron is the integral multiple of h by 2 pi, where h is the Planck's constant. So angular momentum of an electron, L is equal to mvr, mass into velocity into radius. mvr is equal to nh by 2 pi, where n is equal to 1, 2, 3, 4 integral multiples. അല്ലേ, ഈ 1, 2, 3, 4 എന്താ പറയുക, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് പറയാം. റെഡി. രണ്ടാമത്തെ കാര്യം, ഈ സെക്കൻഡ് പോസ്റ്റ്ലേറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. ഇനി മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്, വെൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഹയർ എനർജി ലെവൽ ടു ദ ലോവർ എനർജി ലെവൽ, ഇറ്റ് വിൽ എമിറ്റ് എ ഫോട്ടോൺ. ഓക്കെ, ദാറ്റ് എനർജി ഓഫ് ദാറ്റ് ഫോട്ടോൺ വിൽ ബി ഈക്വൽ ടു ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ energy states. If EI and EF are the energies associated with the initial and final states, okay, then the energy of emitted photon h nu will be equal to EI minus EF. ഇതാണ് 3 പോസ്റ്റ്ലേറ്റ്സ്, ബോസ് അറ്റോമിക് മോഡലിൻ്റെ 3 പോസ്റ്റ്ലേറ്റ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ബോസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ആൻഡ് 1 electron is revolving around the nucleus with the radius r. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനാണ്. ദർഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് is equal to F is equal to 1 by 4 pi epsilon 0 E into E by R square, that is 1 by 4 pi epsilon 0 E square by R square. This provides the necessary centripetal force. So that is centripetal force Fc is equal to mv square by R. So Fc is equal to Fe, compare ചെയ്യുക, equate ചെയ്യുക, mv square by R is equal to 1 by 4 pi epsilon 0 E square by R square. That is mv square is equal to 1 by 4 pi epsilon 0 E square by R. R cancelling. According to Bohr's third postulate, angular momentum L is equal to mvr is equal to nh by 2 pi. അല്ലേ?
ഈ ഇക്വേഷൻസിൻ്റെ റേഷ്യോ എടുക്കുക. ഇക്വേഷൻ 1 and 2 റേഷ്യോ എടുത്താൽ 1/2 gives mv square by mv r is equal to 1/4 e square by r by nh by 2 pi, or v by r is equal to 2 pi by nh into 1/4 pi epsilon 0 into e square by r. There is v is equal to 1 by n e square by 4 pi epsilon 0 into 1 by h by 2 pi. That is the speed of electron around the nucleus. Then expression for radius. Equation 2 can be rewritten as, നേരത്തെ എഴുതിയ equation 2 ഏതാണ്? L is equal to mvr is equal to nh by 2 pi എന്ന് എഴുതിയില്ലേ? അതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. v is equal to nh by 2 pi mr. അല്ലേ? Substituting this equation in equation number 1, ഏതാണ് equation number 1? mv square is equal to എന്നൊരു equation എഴുതിയില്ലേ? 1/4 pi epsilon 0 e square by r. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? m into nh by 2 pi mvr whole square is equal to 1/4 pi epsilon 0 e square by r. So m n square h square by 4 pi square m square r square is equal to 1/4 pi epsilon 0 e square by r. So n square h square by 4 pi square mr is equal to e square by 4 pi epsilon 0. Then finally we'll get r is equal to n square h square 4 pi epsilon 0 by all divided by 4 pi square m into e square. nth ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് ആർ എൻ എഴുതാം. nth ഓർബിറ്റിൻ്റെ റേഡിയസ് ആർ എൻ ഇസ് ഇക്വൽ ടു എൻ സ്ക്വയർ ബൈ എം ബ്രാക്കറ്റിൽ എച്ച് ബൈ 2 pi സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു 4 pi epsilon 0 by e square. It will be equation number 4. So that is the equation for orbital radius of an electron in hydrogen atom. For n is equal to 1, r1 is equal to, first orbital ആണെങ്കിൽ r1 is equal to h square epsilon 0 divided by pi me square. It's a constant. It is represented as a0 and is known as Bose radius. Okay, ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇതാണ്. റേഡിയസ് ഓഫ് ഓർബിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ. നേരത്തെ സ്പീഡിൻ്റെ കേസിൽ സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ 1/n, ഇവിടെ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇനി എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്. ഒരു ഇലക്ട്രോണിന് 2 ടൈപ്പ് എനർജി ഉണ്ടാവും. മൂവ് ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജിയും അതൊരു അട്രാക്ഷനിലാണ് അല്ലേ ന്യൂക്ലിയസിൻ്റെ, അതുകൊണ്ട് അതിന് പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ദർഫോർ കൈനറ്റിക് എനർജി ഇസ് ഇക്വൽ ഹാഫ് mv സ്ക്വയർ. നേരത്തെ v സ്ക്വയർ നമുക്കറിയാം, mv സ്ക്വയർ ഇസ് ഇക്വൽ 1/4 epsilon 0 e സ്ക്വയർ ബൈ r ആണ്. ദർഫോർ ഹാഫ് mv സ്ക്വയർ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എന്താ വരിക 1/2 into 1/4 epsilon 0 d square by r, that is equal e square by 8 pi epsilon 0 into r. Then potential energy u is equal to 1/4 epsilon 0 e square by r. എവിടുന്ന് കിട്ടി? 1/4 epsilon 0 q1 q2 by r എന്നാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഇക്വേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഇക്വേഷൻ. അതിൽ ഈ q1 q2 എന്നുള്ളത് e and e ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ്, പ്രോട്ടോണിൻ്റെ ചാർജ്. ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ അല്ലേ ഉള്ളൂ, അതാണ് കിട്ടുന്നത്. ദർഫോർ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ e സ്ക്വയർ ബൈ 4 pi epsilon 0 r. അതിനൊരു മൈനസ് സൈൻ ഉണ്ടാവും, കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ദർഫോർ പൊട്ടൻഷ്യൽ എനർജി u is equal to minus e square by 4 pi epsilon 0 into r. Therefore total energy, sum of kinetic energy and potential energy is equal to എന്താ വരിക? e square by 8 epsilon 0 r minus e square by 4 pi epsilon 0 r. Therefore total energy is equal to minus e square by 8 epsilon 0 r. Total energy is negative അല്ലേ? For nth orbit എന്താ എഴുതാം? en is equal to minus e square by 8 pi epsilon 0 into rn. Equation number 5. Then Bose postulateൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. This equation 4 is substituted in 5. nth റേഡിയസിന് നമ്മളൊരു ഇക്വേഷൻ ബോസ് പോസ്റ്റുലേറ്റ് വെച്ച് ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട് ആസ്, നോക്കൂ, en is equal to minus me raised to 4 by 8n square epsilon 0 square h square എന്ന് വരും. Okay, substituting the values of mass of electron, h, e, epsilon 0 etc. we will get a result like this. So എല്ലാ വാല്യൂസും കൊടുത്തു കഴിഞ്ഞാൽ nth എനർജി ലെവലിൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജി ലെവലിൻ്റെ ഇക്വേഷൻ en is equal to minus 2.18 into 10 raised to minus 18 joule by n square എന്ന് വരും. ഇത് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 1.1 EV is equal to 1.6 into 10 raised to minus 19 joule ആണല്ലോ, അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ nth എനർജി ലെവലിൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജി ലെവലിൻ്റെ ഇക്വേഷൻ en is equal to minus 13.6 EV by n square. So എനർജി ലെവലിൽ എനർജി ഓഫ് an electron in nth orbit is proportional to 1 by n square എന്നാണ് കിട്ടുന്നത്. Total energy of an electron is negative. എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? This implies that the electron is bound to the nucleus. Electron is attracted by the nucleus.
ഓക്കെ, നമുക്കിതിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 1 2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എനർജി ലെവലിലെയും ഓരോ ഓർബിറ്റിലെയും നമുക്ക് ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാം, ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോക്കാം. അപ്പോൾ ഇലക്ട്രോൺ ഏതൊക്കെ പോസിബിൾ എനർജി ആവാൻ നോക്കാം. ഫോർ n = 1, E1 = -13.6 by 1 square eV, -13.6 eV. For n = 2, E2 = -13.6 by 2 square eV, that is -3.4 eV. For n = 3, എന്താ പറയുക, E3 = -13.6 by 3 square eV, that is -1.1 eV. ഇങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ പോസിബിൾ എനർജി വാല്യൂ. എന്നിന് ഇൻഫിനിറ്റി കൊടുത്താലോ, ഇൻഫിനിറ്റ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഫ്രീ ആവുമെന്നാണ് അർത്ഥം കേട്ടോ. n = ഇൻഫിനിറ്റി, nth എനർജി, ഇൻഫിനിറ്റ് എനർജി ലെവൽ, E infinity = 0. That is the maximum possible energy of an electron. Okay, so when n is equal to infinity, the electron is completely free from the attractive force of nucleus of the atom. So an energy നമ്മൾ ഈ ഓർബിറ്റൽ എനർജി ആയിട്ട് എടുക്കുന്നത് 0 ആയിരിക്കും. പക്ഷേ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ, റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന എനർജി ഉണ്ടാവും. പക്ഷേ ടോട്ടൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ടേക്കൺ ആസ് 0. ഓക്കെ, കാരണം ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇലക്ട്രോണിൻ്റെ കേസിലുള്ള, ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ കേസിലുള്ള ഡിഫറെൻറ്റ് എനർജി വാല്യൂസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോണിൻ്റെ എല്ലാ എനർജിയും പോസിബിൾ അല്ല, ഒരു ഫിക്സഡ് വാല്യൂസ് ആണ് പോസിബിൾ ആവുള്ളൂ. അക്കോർഡിംഗ് ടു ഇക്വേഷൻ, എനർജി ലെവലിൻ്റെ ഇക്വേഷൻ En = -13.6 eV/n². ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.